ജോബ് ഐ ഡി നമ്പർ വരുന്നുണ്ട്. ഈ ജോബ് ഐ ഡി നമ്പറാണ് ഇതിൽ നോട്ട് ചെയ്യേണ്ടത്. 15/10/23 -. ആ നമ്പർ നമ്മൾ ഈ 15/10/23 കഴിഞ്ഞിട്ട് എത്രാമത്തെ ആ നമ്പറിൽ എത്രാമത്തെ ജോലിയാണെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോം അടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കോമൺ ആയിട്ടുള്ളൊരു പേജിലേക്ക് വന്ന് നിൽക്കും. പിന്നെ ഈ ജോബ് ഐ ഡി നമ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാര്യം എളുപ്പമാണ്. ഈ ജോബ് ഐ ഡി നമ്പർ വെച്ച് സെർച്ച് ചെയ്യുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യണു, ഫൈൻഡ് ജോബ് കൊടുത്തിട്ട് ലൊക്കേഷൻ വെച്ചിട്ട് സെർച്ച് ബൈ അഡ്രസ്സ് ഏരിയ. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഏത് ലൊക്കേഷനിലാണ് ജോലി വേണ്ടിച്ചാൽ ആ ലൊക്കേഷൻ കൊടുക്കുക. അതിനുശേഷം ഇതിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ജോലിയുടെ പേരുകൾ കൊടുക്കുക. ഇതിൽ ലൊക്കേഷൻ കൊടുത്തതിന് ശേഷം ഇഷ്ടപ്പെട്ട ജോലിയുടെ ഐ ഡി നമ്പർ, ജോബ് ഐ ഡി നമ്പർ എഴുതി നമ്മളൊരു വെള്ള പേപ്പറിലേക്ക് സെപ്പറേറ്റ് എഴുതിയെടുക്കുക. ഇഷ്ടമുള്ള ജോബ് ഐ ഡി നമ്പറുകൾ മൊത്തം എഴുതിയെടുക്കുക. അതിനുശേഷം ഹോം ബട്ടൺ അടിക്കുക. പിന്നെ അതിന് ശേഷം ജോബ് ഐ ഡി എന്ന സെക്ഷൻ ഉണ്ട്. ഫൈൻഡ് ജോബിന് ശേഷം ജോബ് ഐ ഡി എന്ന സെക്ഷനിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ജോലിയുടെ നമ്പർ കൊടുക്കുക. നമ്മൾ എഴുതി വെച്ച നമ്പർ നോക്കിയിട്ട് അതിൽ നിന്ന് എടുത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിൽ നമ്മൾ കൊടുക്കുന്ന നമ്പറിൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 24/12 - അങ്ങനെ ഒരു നമ്പറാണ്. 24/12 എന്ന് കൊടുത്തതിന് ശേഷം ഇതിൽ നമുക്ക് ഏത് നമ്പറാണോ വേണ്ടത് വെച്ചാൽ 24/12 തന്നെ ഒരുപാട് ജോലികളാണ്. ആ നമ്പറിൽ എത്രാമത്തെ ജോലി എന്നതാണ് ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, അടുത്ത് ഏത് നമ്പറാണോ എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിൽ നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരൊറ്റ നമ്പറിൻ്റെ ഇതിൽ തന്നെ ഒരുപാട് നമ്പറുകളുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് വേണ്ടത് കൊടുക്കുകയാണ് ഇതിൽ ചെയ്യേണ്ടത്. ഞാനൊരു ഉദാഹരണത്തിന് ഞാൻ തിരഞ്ഞെടുത്തൊരു നമ്പർ 4555 നമ്പർ സെലക്ട് ചെയ്തു, സബ്മിറ്റ് കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, അപ്ലൈ ഓപ്ഷന് കാണുന്നുണ്ട്. ഈ അപ്ലൈ ഓപ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യുക, ഇപ്പോൾ ഇതിൽ നമുക്ക് ജോബ് ഐ ഡി നമ്പർ കൊടുത്തതിന് ശേഷം ഈ സ്ക്രീനിലേക്ക് വന്നു. സ്ക്രീനിൽ വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ജോബ് ഐ ഡി നമ്പർ കൊടുത്ത് സ്ക്രീനിൽ വന്നു. ഈ സ്ക്രീനിൽ വന്നതിന് ശേഷം നമ്മൾ ജോലിയുടെ പേരുകൾ, എന്ത് കമ്പനി ടൈപ്പ് എന്താണെന്നുള്ളത്, പിന്നെ ലൊക്കേഷൻ എവിടെയാണ്, അതിൽ ശമ്പളം എന്താണോ നെഗോഷ്യബിൾ ആണോ അത് നോർമലി ഒരു കോമൺ ആയിട്ട് എഴുതിയിട്ടുണ്ടോ, ബാക്കിയുള്ള മറ്റുള്ള ജോബ് ഡിസ്ക്രിപ്ഷനിൽ മറ്റു കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സ്ഥാപനങ്ങൾ പറഞ്ഞുകൊണ്ട് എല്ലാം നമ്മൾ നോക്കി മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ നൗ കൊടുക്കുക. അപ്ലൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ ജോബ് അപ്ലൈഡ് സക്സസ്ഫുള്ളി. ഇത് നമ്മൾ അപ്ലൈ ചെയ്തത് ഓക്കെ ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ ഓക്കെ കൊടുക്കുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ ഇങ്ങനെ നമ്പർ വന്നിട്ടില്ല എങ്കിൽ സ്ക്രീൻ വിരലുകൊണ്ട് മേലിന് താഴേക്ക് റീഫ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ കോൺടാക്ട് നമ്പർ വരും. ഈ കോൺടാക്ട് നമ്പറിൽ എന്ത് ചെയ്യുക, നമ്മൾ വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കേണ്ട റിയ ജോബ് ഓഫീസ് വഴി കിട്ടിയ നമ്പറാണ്, ജോലിക്ക് വേണ്ടി വരാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് വിളിച്ച് നമ്മൾ സംസാരിക്കുക.